ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു എജുവേറ്റ് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചർ അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ അപ്പൊ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിരിക്കുന്നത് 20/11/2020 CE കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അലോട്ട്മെന്റ് വണ്ണിന്റെ ബേസിസിലാണ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിരിക്കുന്നത്. 4 കോളേജസിലേക്കാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലേക്ക് അലോട്ട്മെന്റ് നടക്കുന്നത്. ഒന്ന് കോളേജ് ഓഫ് അഗ്രികൾച്ചർ തിരുവനന്തപുരം, കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ തൃശൂർ, കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടന്നക്കാട് കാസർഗോഡ്, ഇത് പുതിയ ഒരു കോളേജ് ഉണ്ട്, കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ വയനാട്. അപ്പൊ 4 കോളേജുകളിലേക്കുമാണ് അഡ്മിഷൻ നടക്കുന്നത് BSc അഗ്രികൾച്ചർ എന്ന കോഴ്സിലേക്ക്. അപ്പം അത് നമുക്ക് ജനറൽ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ 3868 ലാസ്റ്റ് റാങ്ക്, തൃശ്ശൂർ അത് 2788, കാസർഗോഡേക്ക് പോയപ്പോൾ അത് 4277, വയനാട്ടിലേക്ക് വന്നപ്പോൾ അത് 4291. ഇനി നമ്മൾ ഈഴവ കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 4180, തൃശ്ശൂർ 3512, കാസർഗോഡ് 4972, വയനാട്ടിലേക്കാണെങ്കിൽ അത് 4428. ഇനി നമ്മൾക്ക് SC/ST കാറ്റഗറിയിലേക്ക് പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് 16,139 SC കാറ്റഗറി ലാസ്റ്റും, 25,734 SC കാറ്റഗറിയിലുണ്ട്. ഇനി തൃശ്ശൂരേക്ക് നോക്കുകയാണെങ്കിൽ 15,987 SC കാറ്റഗറിയിലെ തൃശ്ശൂർ കയറിയതെങ്കിൽ 24,055 റാങ്ക് ST കാറ്റഗറിയാണ് ലാസ്റ്റ് റാങ്ക് തൃശ്ശൂർ. കാസർഗോഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ SC/ST കാറ്റഗറിയിൽ 16,474 SCനും 24,562 ST കാറ്റഗറിയിലും കയറിയിട്ടുണ്ട്. ഇനി വയനാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ 16,171, 21,164 SC/ST കാറ്റഗറിയിലെ റാങ്ക്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് EW കാറ്റഗറിയിൽ കുറെ റാങ്കുകൾ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞ റാങ്കുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. അതായത് റാങ്ക് കുറവ് മീൻസ് മാർക്ക് കൂടിയവർ, ചെറിയ ചെറിയ, അതായത് 2778 കൂടുതലും പോയിരിക്കുന്നതല്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ കോളേജിലേക്ക് കിട്ടാനാണ് ആൾക്കാർ കൂടുതൽ ശ്രമിക്കുന്നത്. പിന്നെ അത് തിരുവനന്തപുരം, പിന്നെ കാസർഗോഡും വയനാട് കോളേജുകളിൽ രണ്ട് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ ഈ അഡ്മിഷൻ കിട്ടാത്തവരൊന്നും പേടിക്കരുത്, ഇനിയും അലോട്ട്മെന്റുകൾ ഒരുപാട് വരാനുണ്ട്. അപ്പം അവസാനം ഒരു ഫൈനൽ സ്പോട്ട് കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഒക്കെ വരാനുണ്ട്. അപ്പൊ അതിലൊക്കെ ഭയങ്കരമായ ചാൻസ് ഉണ്ട് അഡ്മിഷൻ കിട്ടാൻ. അപ്പം ആരും സങ്കടപ്പെടാതിരിക്കുക, എല്ലാ അലോട്ട്മെന്റുകളും എല്ലാവരും ഓപ്ഷൻ ഒക്കെ കൊടുക്കുക. താങ്ക് യു ഗൈസ്.